നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി പുറത്തു വരുമ്പോഴും ജനങ്ങൾക്കിടയിൽ പല സംശയങ്ങളുമുണ്ട്. ആ വിധിന്യായം പൂർണ്ണമായി വായിച്ചു നോക്കിയതിനു ശേഷം അതിനുള്ള മറുപടി പറയാമെന്ന് ശ്യാം ചേട്ടൻ തന്നെ മറ്റൊരു ചാനൽ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് ശരിക്കും? പല സംശയങ്ങളുണ്ട്. പ്രധാനമായിട്ട് എന്തുകൊണ്ട് ദിലീപ് ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല, കോടതി അത് ശരിവെച്ചില്ല. അതുപോലെ തന്നെ ഈ മാഡം ആരാണ് തുടങ്ങി ചില സംശയങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് ചേട്ടൻ അത് വായിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായ കാര്യങ്ങൾ? ഇത് മൊത്തത്തിലൊരു 1711 പേജുള്ള വിധിന്യായമാണ് വന്നിരിക്കുന്നത്. ഇത് അന്നത്തെ ദിവസം ഇത് അപ്ലോഡ് ചെയ്തില്ല. 7 കോപ്പി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിയിൽ എടുക്കപ്പെട്ടത്. അത് പ്രതികൾക്കും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷനും ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് കോപ്പി അന്ന് എടുത്തത്. ഇത് അപ്ലോഡ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ സാധാരണ വിധിന്യായത്തിന് ശേഷം ഏകദേശം ഒരു കോടതി പിരിഞ്ഞ ശേഷം ലീഗൽ സൈറ്റിൽ ഇത് വരാറുണ്ട്. എല്ലാ കോടതികളുടെയും കൂടെ ഒരുമിച്ചാണ് മിക്കപ്പോഴും വരാറുള്ളത്. നമുക്കത് എടുക്കാനും അതിൻ്റെ വിധിന്യായം എന്താണെന്ന് വായിച്ചു നോക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇതിൽ കുറേ കുഴപ്പങ്ങൾ ഈ വിധിന്യായത്തിലുണ്ട്. വിധിന്യായത്തിലെ തെറ്റെന്നല്ല പറയുന്നത്, വിധിന്യായത്തിൽ ഇരയുടെ അതിജീവിതയുടെ മൊഴി പൂർണ്ണമായും ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിധിന്യായം പുറത്തുവിടുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ വിധിന്യായം പുറത്തുവിടുകയാണെങ്കിൽ വേണമെങ്കിൽ അതിജീവിതയ്ക്ക് അതിൽ കേസുമായി പോകാൻ സാധിക്കും. തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഒരു കോടതി തന്നെ ഈ നടപടി സ്വീകരിച്ചു എന്ന രീതിയിൽ പോകാൻ സാധിക്കും. അറിയാലോ, ഒരു സെറ്റിലധികം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട്, ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏകദേശം 20-ലധികം പരാതികൾ ഉണ്ടായിരുന്നു. 20-ലധികം ഹർജികൾ ഉണ്ടായിരുന്നു ഈ കേസിന്റെ ഈ വിസ്താര നാളുകൾക്കിടെ. അതിൽ 3 സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. 3 ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കേണ്ടി വന്നു. അത്രത്തോളം ഹർജികൾ ഉണ്ടായിരുന്ന നൂലാമാലകളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിധിന്യായം പുറത്തു വന്നില്ല. ഏറ്റവും ഒടുവിലാണ് നമുക്ക് മറ്റൊരു വഴി ഇതിന്റെ വിധിന്യായം ലഭിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടെ ഇരുന്ന് പോലും ഞാനിത് വായിച്ച് നോക്കുകയും ചെയ്തു. പൂർണ്ണമായും ഈ വിധിന്യായം വായിക്കാതെ ഇതിന്റെ ഓരോ ഘട്ടങ്ങളെടുത്ത് നമുക്ക് സംസാരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു താക്കീതെന്നുള്ള നിലയിൽ ജഡ്ജി ഹണിയ വർഗീസൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ, ഈ ശിക്ഷാവിധിക്ക് മുൻപേ തന്നെ ആയിട്ട് വിധിന്യായം പൂർണ്ണമായി വായിച്ചു നോക്കാതെ കോടതിയുടെ ഉത്തരവിനെ അല്ലെങ്കിൽ നടപടികളെ വിമർശിക്കരുത് എന്നൊരു താക്കീതായിട്ട് നൽകുകയും കൂടെ ചെയ്തു. അതെ, അത് താക്കീതെന്ന് മാത്രമല്ല, കോടതി അലക്ഷ്യത്തിലേക്ക് അത് പോകും. ഇതിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെയല്ല. എന്നാൽ എത്ര പേരെ കോടതി പിടിച്ച് അകത്തിടും എന്നതുപോലെയല്ല. ഇതിപ്പോൾ ഈ പറയുന്നവരെ തന്നെ പിടിച്ചിടണമെന്നില്ല. ഈ കൂട്ടത്തിൽ പറയുന്ന വേറെ ഏതെങ്കിലും ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ചായിരിക്കും ചിലപ്പോൾ കംപ്ലൈന്റ് വരിക എന്നുള്ളത്. അതായത് അയാൾക്കായിരിക്കും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും. ഇപ്പോൾ ഇട്ട ഒരാൾ പറയുന്നു, എന്നെ പിടിച്ച് അകത്തിട്ടോ, ഞാൻ ഇനി ഇടും എന്ന് പറയുന്നു. അയാളെ ചിലപ്പോൾ കോടതി അലക്ഷ്യത്തിൽ നടപടി സ്വീകരിക്കത്തില്ല. പക്ഷേ ഇതേ കാര്യം പറയുന്ന മറ്റൊരാൾ, അയാൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ അത്രയും കാഠിന്യത്തോടു കൂടി ആയിരിക്കില്ല അയാൾ പറഞ്ഞത്. പക്ഷേ അയാൾ പറഞ്ഞത് കോടതിയെ അലക്ഷ്യമായിരിക്കാം. അപ്പോൾ അയാൾക്ക് ഒരുപാട് പേർ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം, ഒരുപാട് പേർ വഴി ഇത് എത്തിയേക്കാം. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി വരികയും ചെയ്യും. കുറെ കൂടെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ ഏറ്റവും അവസാനം കുറച്ച് ലിമിറ്റ് ആക്കിയത്. ഭാഗ്യലക്ഷ്മിയൊക്കെ കടുത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വിധിന്യായം വന്ന ശേഷം, കോടതിയുടെ താക്കീത് വന്ന ശേഷം അവരൊക്കെ ലിമിറ്റ് ചെയ്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണി പാളുമെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം കോടതി അലക്ഷ്യം എന്നല്ല, ഇതെന്താണ് എന്ന് പഠിക്കാതെ ഈ കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വിധിന്യായം പൂർണ്ണമായും വായിച്ചു നോക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും വിധിന്യായം പൂർണ്ണമായും ഇരുന്ന് വായിച്ച് നോക്കിയ ശേഷം ഒരു ചർച്ചയിൽ ഇത് പറയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച്, വിധിന്യായത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പ് പലരും പലയിടത്തും വന്നിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നത്, നിങ്ങൾ ഇത്രയും ദിവസമായാലും ഇത് വായിച്ചു നോക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല, ദിലീപ് അനുകൂലി വാടാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക. പേജുകളുള്ള വിധിന്യായം കൂടിയാണല്ലേ, പേജുകളുള്ള വിധിന്യായമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിധിന്യായത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കോടതിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. ഈ കുറ്റപത്രം അറിയാമല്ലോ, ഒരു കുറ്റപത്രമല്ല. ആദ്യം ഒരു കുറ്റപത്രവും പിന്നീട് കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആക്ഷൻ, അതായത് നടി ഉപദ്രവിക്കപ്പെട്ടതു എന്നതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഗൂഢാലോചന സംബന്ധിച്ചുള്ള കുറ്റപത്രം. ഇങ്ങനെയാണ് കുറ്റപത്രം വന്നിരിക്കുന്നത്. ഇതിൽ കോടതി ബേസ് ചെയ്തിരിക്കുന്ന, അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളാണ്. ആദ്യത്തെ കുറ്റപത്രത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ പ്രോസിക്യൂഷൻ നൽകിയ ഉത്തരം അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി കോടതിക്ക് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചു. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, നടിയുടെ മൊഴിയാണ്. ഐ വിറ്റ്നസ്, ദൃക്സാക്ഷിയായിട്ടുള്ള ഇരയുടെ മൊഴി, അത് വളരെ കൃത്യമാണ് എന്ന് ഉറപ്പിക്കാനും അതിനെ ബേസ് ചെയ്ത് അതിന് അടിസ്ഥാനം കൊടുക്കുന്ന സാഹചര്യ തെളിവുകളും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ബലാത്സംഗം കോടതി ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിൽ ഇത്രയും പേർ പങ്കെടുത്തിട്ടുണ്ടെന്നും
ഒരാളാണ് ഇത് ചെയ്തതെന്നും ബാക്കി 5 പേർ അതിന് പിന്തുണ നൽകിയെന്നും അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തന്നു എന്നുള്ളതും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ എവിഡൻസിന്റെയും അടിസ്ഥാനത്തിൽ, ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് കോടതി ഇത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത് 2017 ഫെബ്രുവരി മാസം 17-ാം തീയതി രാവിലെ മുതൽ ഏപ്രിൽ 21-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണെന്ന് കൃത്യമായി കുറ്റപത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ കുറ്റപത്രം, ആ ഒരു കുറ്റപത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിധിന്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 17-ാം തീയതി ആക്രമിക്കപ്പെടുന്നു. ഏപ്രിൽ 21-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഈ പറയുന്ന അന്വേഷണം, അതായത് പ്രതികൾ പൂർണ്ണമായും പിടിക്കപ്പെട്ട് പ്രതികളുടെ ഈ കേസിലെ റോൾ എന്താണ് എന്ന് വ്യക്തമാകുന്നു. അത് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് കോടതി ഈ വിധിന്യായത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. 22 ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട് എന്നുള്ള സാധനം അവിടെ മാറ്റി നിർത്താം. ആ എന്തുകൊണ്ട് എന്നുള്ള സാധനം മാറ്റി നിർത്തുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് എന്ന് അതിൽ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യം, പണം ലഭിക്കാൻ വേണ്ടി നടിയെ തട്ടിക്കൊണ്ടു പോവുകയും അവരുടെ ദൃശ്യം പകർത്തുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയത് എന്നാണ് കോടതിക്ക് ആദ്യത്തെ 22 ക്വസ്റ്റ്യൻസിൽ നിന്നും കോടതിക്ക് മനസ്സിലായത്. എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. മോട്ടീവ് എന്താണ് മോട്ടീവ് എന്നുള്ളതിന്റെ ഉത്തരമായി കോടതി അതിൽ കണ്ടെത്തിയിരിക്കുന്നത് പണത്തിന് വേണ്ടി എന്നുള്ളതാണ്. അവിടെ നമുക്കുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻസ്, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിജീവിതം പറഞ്ഞല്ലോ എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് പണം, ഞാൻ ചോദിക്കുന്ന പണം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് അതിജീവിതം പറഞ്ഞിട്ടും പിന്നെ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിലെ കോടതിയുടെ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നടിയുടെ ആ വാക്കിൽ പ്രതികൾക്ക് ഉറപ്പില്ലായിരുന്നു. ശരിയാ. അതായത് ഈ ദൃശ്യം പകർത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നടി പിന്നീട് വാക്ക് മാറി പണം നൽകാതിരിക്കും. പ്രതികൾക്ക് സംശയമുണ്ടായിരുന്നു. പ്രതികൾ പിടിക്കപ്പെടും, പ്രതികളെ ഒറ്റുകൊടുക്കും, പോലീസിൽ കേസാക്കും എന്ന ചിന്ത പ്രതികൾക്കുള്ളത് കൊണ്ടാണ് പ്രതികൾ ഈ കൃത്യം ചെയ്യുകയും ഇത് ചെയ്തു വെച്ച ശേഷം പണം ലഭിക്കുന്നതിൽ ഉറപ്പ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന ധാരണയാണ് ഈ ക്രൈം ചെയ്യാൻ കാരണമെന്നാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കുറ്റപത്രത്തിൽ ഈ സമയത്ത് പൾസർ സുനി ഈ യുവതിയെ ആക്രമിക്കാൻ നേരത്ത് യുവതി പണം നൽകാമെന്ന് പറയുന്ന സമയത്ത് ഇത് കൊട്ടേഷനാണ് എന്ന് ഈ പൾസർ സുനി പറയുന്നുണ്ട്. സമയത്താണ് ആദ്യമായിട്ട് പറയുന്നത്. അതെ, പൾസർ സുനി പറയുന്നുണ്ട്, ഇത് മാഡം നൽകിയ കൊട്ടേഷനാണ്, മാഡത്തിന് എനിക്ക് മറുപടി നൽകണം, നിങ്ങൾ സഹകരിച്ചേ മതിയാവൂ, അല്ലാത്ത പക്ഷം നിങ്ങളെ ഇവിടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ എത്തിച്ചാൽ നിലവിലെ രംഗങ്ങളായിരിക്കില്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ആ സമയത്തെ മൊഴി എന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കോടതി ആ ഭാഗത്ത് സൈലന്റ് ആയിരിക്കുകയാണ്. പ്രോസിക്യൂഷനും ആ ഭാഗത്ത് സൈലന്റ് ആയിരിക്കും. ആരാണ് മാഡം എന്നത് സംബന്ധിച്ചാണ് ഈ പറയുന്ന സുനി പറയുന്നുണ്ടല്ലോ, ഈ കാര്യം ഒന്നും തന്നെ ആദ്യത്തെ വിധിന്യായത്തിൽ കൃത്യമായി ആദ്യത്തെ കുറ്റപത്രത്തിലെ വിധിന്യായത്തിൽ കുറിച്ച് പറയുന്നില്ല. പിന്നെയും നമ്മൾ വായിച്ചു പോകണം, പേജുകൾ നമ്മൾ പിന്നെയും ഒരുപാട് മറിച്ചു പോകണം. മറഞ്ഞു പോകുന്ന പേജുകൾക്കിടയിൽ രണ്ടാം കുറ്റപത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ, വിധിന്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? ആദ്യത്തെ കുറ്റപത്രത്തിലെ ഈ പറയുന്ന പ്രതികൾ ചെയ്തത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ കുറ്റക്കാരാണെന്ന് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള നമ്മുടെ ഏറ്റവും വലിയ ചോദ്യമാണ്, പ്രതികൾ ദിലീപ് എന്തുകൊണ്ട് 8ാം പ്രതിയായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, ആലുവ ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെട്ടിരുന്ന മിമിക്രി താരമായി വളർന്നു വന്ന ദിലീപ് എന്ന് പറയുന്ന ഇന്നത്തെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു താരം എങ്ങനെ ഈ കേസിൽ നിന്ന് ഊരിപ്പോയി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പേജുകൾ മറഞ്ഞു പോകുമ്പോൾ മാഡത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മേഡം ശ്രീലക്ഷ്മി ആയിരുന്നോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാണോ ഈ മേഡം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അതിന്റെ കാരണമായി കോടതി പറയുന്നത്, പൾസർ സുനിയുടെ രേഖാമൂലമുള്ള, അതായത് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് സമർപ്പിച്ചപ്പോൾ ഫെബ്രുവരി 17-ാം തീയതി ഈ അക്രമം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ പൾസർ സുനിയുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് നടിയോട് പൾസർ സുനി മാഡം നൽകിയ കൊട്ടേഷൻ ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മാഡം എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗമാണ്. അതെ,
സ്ത്രീലിംഗമാണ്. അതൊരിക്കലും മാഡം എന്ന് പറയുമ്പോൾ അത് പുരുഷനായി അല്ല അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല. സോ അതൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ വിളിച്ചിട്ടുമുണ്ട്. ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി ആണെന്നും പറയുന്നുണ്ട്. എങ്കിൽ ശ്രീലക്ഷ്മി ആരാണ് എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂഷൻ വേഗമായിട്ടുള്ള ഒരു മറുപടി നൽകിയെന്ന് വിധിന്യായത്തിൽ ജഡ്ജ് ഹണി എം വർഗീസ് പറയുന്നുണ്ട്. അതിൽ പ്രോസിക്യൂഷൻ തനിക്ക് നൽകിയ മറുപടി അത് പൾസർ സുനിയുടെ സുഹൃത്താണ്. ആ സുഹൃത്ത് വിളിച്ചതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു എന്നാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രത്തിലാണല്ലോ ദിലീപിൻ്റെ കാര്യം പറയുന്നത്. ദിലീപ് വരാനുള്ള കാര്യമായി പറയുന്നത് പൾസർ സുനി ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴി മാറ്റുകയും രണ്ടാം ഘട്ടത്തിൽ ദിലീപിനോട് പണം ചോദിച്ച് കത്തയക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴാണല്ലോ ദിലീപ് പ്രതിയായത്. ആ കത്തയച്ച സാഹചര്യത്തിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് മാഡത്തെ കുറിച്ച് അന്വേഷിക്കുന്നില്ല? നിലവിൽ നിങ്ങൾക്ക് മാഡത്തെ സാക്ഷിയെങ്കിലും ആക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഉത്തരവില്ല. അതെന്താണ്? കോടതി ചോദിക്കുന്നുണ്ട്. സാക്ഷിയെങ്കിലും ആക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. ഈ ഘട്ടത്തിൽ അതായത് ദിലീപ് പൾസർ സുനി ആദ്യം പറഞ്ഞു മാഡമാണ്, മാഡം നൽകിയ കൊട്ടേഷൻ. രണ്ടാമത് ദിലീപാണെന്ന് പറഞ്ഞ് കത്തെഴുതി. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനും പ്രോസിക്യൂഷന് കൃത്യമായ ഉത്തരവില്ല. ഇവർ ഇതിനു മുമ്പ് ദീർഘമായിട്ടുള്ള അതിനു മുമ്പുള്ള കുറേ ദിവസങ്ങളിൽ ഈ സ്ത്രീയും ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ ഈ പറയുന്ന ഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. കോർട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയില്ല? ആ സ്ത്രീയുടെ പങ്കാളിത്തം എന്തെങ്കിലും ഉണ്ടോ എന്നെങ്കിലും പരിശോധിക്കണ്ടേ എന്ന കാര്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ എഴുന്നേറ്റ് പോയി അന്വേഷിക്കണോ എന്നൊരു ഘട്ടത്തിൽ കോടതി ചോദിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിൽ അത് ഈ വിസ്താരത്തിനിടയിലാണ്, വിധിന്യായത്തിലുള്ള കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. വിസ്താരത്തിനിടയിൽ കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ച പ്രോസിക്യൂഷനെ വല്ലാണ്ട് അപമാനിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ സ്ത്രീയെ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു കോടതി. അത് നടക്കില്ലല്ലോ. പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞ കാര്യമാണ് ഈ സ്ത്രീയെ പറ്റി ഞാൻ പോയി അന്വേഷിക്കാമെന്ന്. അത് വേണോന്ന് ചോദിച്ചു കോടതി. ഇതൊക്കെയാണ് അവരെ ചൊടിപ്പിച്ച കാര്യങ്ങൾ. അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അവരെ ഇൻസൾട്ട് ചെയ്തു പറയുന്നതിന് കാരണം കുറേയുണ്ട്. ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ കോടതി കയറി ചോദിച്ചു. കോടതി അങ്ങോട്ട് ചോദിച്ചു. ഞാൻ രാവിലെ എണ്ണീറ്റ് അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ശ്രീലക്ഷ്മി ആരാണെന്ന് ഇന്നും വ്യക്തമല്ല. അത് അപ്പീൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഇതാണ് ശ്രീലക്ഷ്മിയുടെ ഈ കാര്യത്തിലുള്ള പങ്കായിട്ട് കോടതി പറയുന്ന കാര്യം. കോടതിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല. സോ മാഡം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളെക്കുറിച്ച് ഉത്തരമില്ലാത്തതിനാൽ കേസിന്റെ ബലം അവിടെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഗൂഢാലോചന സംബന്ധിച്ച രണ്ടാം കുറ്റപത്രത്തിലെ തെളിവുകൾ. അതിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നത് 410 നമ്പർ മുറി. ഇതാണ് ആദ്യത്തെ ഗൂഢാലോചന നടന്നതായി പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം. അബാദ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിലെ 410 നമ്പർ മുറിയിൽ രാത്രിയിൽ 8 മണി മുതൽ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അബാദ് പ്ലാസയിൽ ദിലീപ് റൂം എടുക്കാനുള്ള കാരണം താരസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ റിഹേഴ്സൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ റിഹേഴ്സൽ മഴവിൽ അഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു ആ റിഹേഴ്സൽ അവിടെ അന്ന് നടന്നത്. അങ്ങനെ നടക്കുന്ന റിഹേഴ്സലിനിടെ രാത്രി 8 മണിക്ക് പൾസർ സുനി ഈ ഹോട്ടലിൽ വരികയും 410 നമ്പർ മുറിയിൽ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന നടക്കുകയും ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ 410 നമ്പർ മുറിയിൽ ഈ പറയുന്ന പൾസർ സുനി എത്തി എന്നതിന് തെളിവില്ല. CCTV ദൃശ്യങ്ങൾ പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല. അബാദ് പ്ലാസ എന്ന് പറയുന്ന വലിയ ഹോട്ടലിൽ CCTV ദൃശ്യങ്ങളില്ലേ? CCTV ഇതുവരെ ഘടിപ്പിക്കാത്ത ഒരു ഹോട്ടലാണോ? 2012 അവിടെ ഹോട്ടലിൽ ഇതില്ലേ, CCTV ഇല്ലേ എന്നുള്ള അടക്കമുള്ള ചോദിച്ച ചോദ്യങ്ങളാണ്. മാത്രമല്ല 2012 മുതൽ 2012 മുമ്പ് മുതൽ ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ജീവനക്കാർ പോലും സാക്ഷികളായി ഇല്ല. ഇത് ജസ്റ്റ് ഒരു വാക്ക് മാത്രമാണ്. അബാദ് പ്ലാസയിൽ ഉണ്ടായിരുന്നു. അതിന് ഉപോത്പകമായി സാധൂകരിക്കുന്ന ഒരു തെളിവെന്ന് പറയുന്നത് ടവർ ലൊക്കേഷനാണ്. അബാദ് പ്ലാസ നിൽക്കുന്ന ടവർ ലൊക്കേഷനിൽ അന്നേ ദിവസം പൾസർ സുനി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് തെളിവ്. ദിലീപ് മാത്രമാണോ ആ ഹോട്ടലിൽ താമസിച്ചെന്നുള്ളത് വലിയ ചോദ്യമാണ്. അന്നേ ദിവസം ആ ഹോട്ടലിൽ മുറി എടുത്തിരിക്കുന്ന ദിലീപ് മാത്രമാണോ? ഇതാണ് ഇതിനോടുള്ള കോടതിയുടെ സംശയവും
സംശയാതീതമായി തെളിയിക്കാൻ ഇതിൽ സാധിക്കാതെ പോയതും ഹോട്ടൽ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ സുനി ഉണ്ടായിരുന്നു. ടവർ ലൊക്കേഷൻ മാത്രമാണ് അതിൽ പ്രതിഭാഗം അന്ന് തന്നെ ഒരു വാദം വെച്ചിരുന്നു. പ്രതിഭാഗം വെച്ച വാദം സിനിമയിലെ പലരുമായിട്ടും ഈ പൾസർ സുനിക്ക് ബന്ധമുണ്ടെന്നിരിക്കെ ആരെ വേണമെങ്കിലും കാണാൻ അയാൾക്ക് അവിടെ വരാം, അത് ദിലീപിനെ തന്നെ വേണമെന്ന് ഇല്ല എന്ന് അന്ന് തന്നെ വാദിക്കുകയും ആ വാദം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ ജോയ്സ് പാലസ്, ഇതൊരു ബാർ ഹോട്ടലാണ് ജോയ്സ് പാലസ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പണ്ട് ഡാൻസ് ബാറൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിൽ ഡാൻസ് ബാറൊക്കെ ഉണ്ടായിരുന്നു. അനധികൃതമായ ഡാൻസ് ബാർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്ത വരികയും അത് പിന്നീട് നിർത്തിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ജോയ്സ് പാലസിൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. ഈ ജോയ്സ് പാലസിൽ ഗൂഢാലോചന നടന്നതിനും ഞാൻ ഈ പറഞ്ഞ അബാദ് പ്ലാസയിലെ തെളിവുകൾ ഇല്ലാത്തതുപോലെ തന്നെ അവിടെയും തെളിവുകൾ ഇല്ല. കോടതിക്ക് തെളിവാണല്ലോ പ്രധാനം. തെളിവുകളില്ല, സാക്ഷിമൊഴിയുമില്ല. മൂന്നാമത്തത്, ജോർജ് ഏട്ടൻസ് പൂരം ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെയും പ്രതിഭാഗം കണ്ടിച്ചത് ഇത്രയധികം സിനിമാക്കാരുമായി ബന്ധമുള്ള ഒരാൾക്ക് ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വരാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ദിലീപും പൾസർ സുനിയും ഉൾപ്പെട്ട ഫോട്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ ദിലീപ് എടുത്ത സെൽഫിയിൽ പൾസർ സുനി വിദൂരതയിൽ നിൽക്കുന്ന ഒരു ചിത്രം മാത്രമാണ് പതിഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പൾസർ സുനി ദിലീപിനെ കാണാൻ വന്നതാണ് എന്ന് പറയാൻ സാധിക്കും? അതൊരു പബ്ലിക് പ്ലേസ് ആണ്. മാത്രമല്ല, ഒട്ടനവധി താരങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് കാഴ്ചക്കാരായി വേണമെങ്കിലും ആളുകൾക്ക് വരാമെന്നിരിക്കെ പൾസർ സുനി എന്ന് പറയുന്ന ആൾക്ക് അവിടെ വരുന്നതിൽ എന്താണ് തെറ്റ്? താരങ്ങളുമായി ബന്ധമുണ്ട്. അത് മാത്രമല്ല, വേണമെങ്കിൽ സിനിമ ഷൂട്ടിംഗ് കാണാൻ വരെ, ലൊക്കേഷൻ കാണാൻ വരെ വരാൻ സാധിക്കും. അവിടെ PCC ആവശ്യമാണോ എന്നൊരു ചോദ്യം അന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സിനിമയുടെ ലൊക്കേഷൻ കാണാൻ വരുന്നവർക്ക് വേണമോ എന്നൊരു ചോദ്യം അന്ന് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇതും പറഞ്ഞത്. ഈ തെളിവും അങ്ങനെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവിടെ ആർക്കും വരാം എന്നുള്ളതാണ് കോടതിയുടെ അടുത്ത കണ്ടെത്തൽ. അടുത്തത്, തൃശ്ശൂർ ടെന്നീസ് അക്കാദമി. ടെന്നീസ് അക്കാദമിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ടെന്നീസ് അക്കാദമിയിൽ നിന്ന് CCTV ദൃശ്യങ്ങളോ ടെന്നീസ് അക്കാദമിയുടെ ചുമതലയുള്ളവരോ സാക്ഷിമൊഴി പറഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളില്ല. ടെന്നീസ് അക്കാദമിയുടെ ടവർ ലൊക്കേഷൻ, ഇതെല്ലാം ടവർ ലൊക്കേഷനാണ്. ഈ ടെന്നീസ് അക്കാദമി നിൽക്കുന്ന പ്രദേശത്ത് ഒട്ടനവധി ഈ പറയുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ഒട്ടനവധി ആളുകൾ ഉണ്ടെന്നും ഇരിക്കെ ദിലീപ് തന്നെയാണ് കാണാൻ തന്നെ വന്നു എന്നുള്ളത്. ചേട്ടൻ പറഞ്ഞ പോലെ ഇതേ സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞു പോയ സ്ഥലങ്ങളിലെല്ലാം പൾസർ സുനി ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കൊടുക്കാൻ പറ്റിയ ഏക തെളിവ് ടവർ ലൊക്കേഷൻ ഭാഗത്ത് ഈ ഹോട്ടലിൽ 2012 മുതൽ 2017 വരെ ദിലീപും പൾസർ സുനിയും കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 2, 4, 6, 7 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2012 മുതൽ 2017 വരെ ഈ അക്രമം നടക്കുന്നവരെ പൾസർ സുനി, ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി NS സുനിൽകുമാറും ദിലീപ് എന്ന് പറയുന്ന B ഗോപാലകൃഷ്ണനും 7 സ്ഥലങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരുമിച്ച് ഒരേ ടവർ ലൊക്കേഷനിൽ വന്നു. മനുഷ്യരാണ്, അത് സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമല്ലേ ടവർ ലൊക്കേഷനിൽ ഒരുമിച്ച് വരിക എന്നുള്ളത്. പിന്നെ തൊടുപുഴ ശാന്തിഗിരി കോളേജ്, അവിടെയും ശാന്തിഗിരി കോളേജുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ദൃശ്യത്തിലും ഇവർ രണ്ടുപേരും ഇല്ല. ഇല്ല, ദിലീപിനൊപ്പം പൾസർ സുനി ഇല്ല, ഒരുമിച്ചില്ല. ഇല്ല, അത് ഹാജരാക്കാൻ പറ്റിയില്ല. അത് ചോദിച്ചിട്ടുമുണ്ട്, ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ടവർ ലൊക്കേഷനാണ്. അവിടെ ആർക്കും വരാൻ പറ്റുന്നൊരു ചടങ്ങ് കൂടിയായിരുന്നു. അവിടെ വരാൻ സാധിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു എന്ന് മാത്രമല്ല, സുനി ഒരു ഡ്രൈവർ കൂടിയാണ്. അടുത്തത്, കാക്കനാട് കാവ്യയുടെ ബൊട്ടിക്കയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ അക്രമത്തിന് ശേഷം ലക്ഷ്യ എന്ന് പറയുന്ന കാക്കനാട് ഈ കാവ്യമാധവന്റെ ഒരു സ്ഥാപനമുണ്ട്, ബൊട്ടിക്കു. അവിടേക്ക് ഈ പൾസർ സുനി വന്നു, അക്രമത്തിന് ശേഷം വന്നു, ദിലീപിനെ തേടി വന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഈ പറയുന്ന മെമ്മറി അടക്കമുള്ള ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും DVR അടക്കം കൊണ്ടുപോയെങ്കിലും അതും കിട്ടിയില്ല. ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത സ്ഥാപനങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും ഇങ്ങനൊരു ദൃശ്യമില്ല. ഇവർ പറയുന്ന ഡേറ്റിലെ ദൃശ്യം അവിടെ നിന്ന് പോലും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ എവിഡൻസ് തരാൻ പറഞ്ഞിട്ട് അതുമില്ല. ഇതാണ് ഒരു കാര്യം. പിന്നെ ദിലീപ് അഡ്മിറ്റായി എന്ന് പറയുന്ന കാര്യം. ദിലീപ് അഡ്മിറ്റായി, അതേ ദിവസം ദിലീപ് അഡ്മിറ്റായി എന്നത് ഈ കേസിൽ താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദിലീപ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഏതൊരു മനുഷ്യന്റെയും ശാരീരിക അവസ്ഥ വെച്ചിട്ട് ഏതൊരു മനുഷ്യനും ഏത് സമയവും രോഗം വരാൻ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചേക്കാം. ഒരു മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഒരാൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവാം. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ രോഗങ്ങൾക്കും അദ്ദേഹം അഡ്മിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രോഗത്തിന് എന്തിന് അഡ്മിറ്റായി എന്നുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. സിനിമാ നടനാണ്, പണമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്, സോ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരനെ പോലെ പണമില്ലല്ലോ, ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി OP പോയി കാണിച്ച്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ പോയി കാണിച്ച് മടങ്ങുന്ന ഒരാളല്ലല്ലോ ദിലീപ് എന്ന രീതിയിലാണ് കോടതി ഇതിനെ പരിഗണിച്ചിരിക്കുന്നത്.
ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന തെളിവുകളെല്ലാം തന്നെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയും? പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. ദിലീപിന്റെ ഈ പറയുന്ന ഇയാളുടെ പെരുമാറ്റത്തിൽ ശരീരഘടന ശ്രദ്ധിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് വെച്ച് മാറ്റമുണ്ട്. അത് എങ്ങനെ തെളിയിക്കപ്പെട്ടു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിൽ നടത്ത ഈ ചടങ്ങല്ല പരിപാടി, ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടായിരുന്നു ഈ താരങ്ങളെല്ലാം കൂടെ ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം അതിൽ സംസാരിച്ച വേർഡ്സ് അത് എങ്ങനെ തെളിവായി സ്വീകരിക്കാൻ സാധിക്കും? സഹപ്രവർത്തകയാണ് ആക്രമിക്കപ്പെട്ടത് കൊണ്ടുള്ള വേദന കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, താരങ്ങളെന്ന നിലയിൽ അവർക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമോ? പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് സ്വഭാവത്തിൽ മാറ്റമുണ്ടായേക്കാം. അത് പല ഉത്തരവുകൾ വെച്ചിട്ടാണ് കോടതി അതിനെ ഖണ്ഡിച്ചു കളഞ്ഞത്. അതൊരിക്കലും നമുക്ക് ഒരു തെളിവായിട്ട്, ഇതൊരു ഡിഫൻസ് അല്ല, ഇത് ഈ പറയുന്ന ഒരു ഡിഫൻസ് എന്നല്ല, ഇതൊരു വാദമല്ല. ഇത് ഇന്റർനെറ്റ് കോടതി ചോദിച്ച കാര്യം, അങ്ങനെ അദ്ദേഹം അവിടെ പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതുമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുത്താൻ സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരവില്ലാതെ പോയി. അതിനൊന്നും ഇതൊന്നും ഒരു തെളിവായിട്ട് പരിഗണിക്കാൻ പോലും പറ്റില്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇതിനൊന്നും ഉത്തരം നൽകാൻ പറയുന്നില്ല. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം, 2017 ജൂലൈ 10 അറസ്റ്റ്. ആ അറസ്റ്റ് വരെയും ഇര ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. ദിലീപിനെ സംശയമുണ്ടെന്നോ, ദിലീപ് നൽകിയ കൊട്ടേഷനാണെന്നോ, മാഡം നൽകിയ കൊട്ടേഷനാണെന്ന് പറയുമ്പോൾ പോലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദിലീപ് ആണെന്നോ പോലും അതിജീവിത പറഞ്ഞില്ല എന്നിരിക്കെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ദിലീപിനെതിരായിട്ടുള്ള അതിജീവിതയുടെ മൊഴിക്ക് ബലമില്ല. ഇത് വിധിന്യായത്തിൽ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാടുണ്ട്. 1711 പേജാണ്. 1711 പേജ് ഇരിക്കുന്ന സാധനമാണ്. ഇത്രയധികം കാര്യങ്ങൾ കൊണ്ട് അതെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കൊണ്ട് തന്നെ ഗൂഢാലോചന. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദിലീപ് പണം നൽകിയെന്ന്, പൾസർ സുനിക്ക് പണം നൽകി എന്ന് പറയുന്നു. പൾസർ സുനിക്ക് പണം നൽകിയെങ്കിൽ അതിന്റെ എവിഡൻസ് എവിടെ? അത് ബൈ ഹാൻഡ് ആണോ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടെ വെച്ച്. അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയാണോ കൊടുത്തത്? അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ കോപ്പി എവിടെ? ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ട് കോടതി ചോദിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ഉത്തരവില്ല. വേഗമായിട്ടുള്ള മറുപടി നൽകുന്നു എന്ന് പലതവണ കോടതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പൾസർ സുനി അറസ്റ്റിലായ ശേഷം എഴുതിയ കത്ത്, ആ കത്തിലെ കൈപ്പടം പൾസർ സുനിയുടേതല്ല എന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല. ഇവർ തമ്മിൽ അടുത്ത ബന്ധമാണെന്നും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നെന്നും പൾസർ സുനി ദിലീപിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കെ പൾസർ സുനി എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതാതെ മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചു എന്നുള്ളത് സംശയകരമാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതയുണ്ടെന്നും പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് 780 പേജിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ അതാണെന്ന ഓർമ്മ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പൾസർ സുനി ജയിലിലേക്ക് എത്തിയതിലും, സുനിക്ക് വേണ്ടി ജയിലിലേക്ക് എത്തിയതിലും, ജയിലിൽ നിന്നും ഫോൺ കോള് നേരെ പുറത്ത് നാദൃശ്യയ്ക്ക് പോകുന്നതിലും ദുരൂഹതയുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ സൗകര്യമുള്ള ജയിലിൽ, ഇത്രയും വലിയ സുരക്ഷയുള്ള ജയിലിൽ, ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിലെ പ്രതി കഴിയുന്ന സെല്ലിലേക്ക് ഒരു ഫോൺ എത്തി. ആ ഫോണിൽ നിന്ന് എങ്ങനെ കോള് നാദൃശ്യയിലേക്ക് പോയി? അത് ആരെത്തിച്ചു? എങ്ങനെ പുറത്തു പോയി? കത്ത് എങ്ങനെ വന്നു? കത്ത് എങ്ങനെ പുറത്തു പോയി? ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരാളെ കൊടുക്കാനുള്ള രീതിയിലുള്ള സംശയം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വിസ്താര സമയത്തും ഉണ്ടായിരുന്നു. വിധിന്യായത്തിൽ കോടതി അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സഹതടവുകാരനായിട്ടുള്ള ജീൻസനെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല? പ്രതിയാക്കണം എന്നുള്ള തെളിവുകൾ ഇരിക്കെ പൾസർ സുനിക്കൊപ്പം ഗൂഢാലോചന നടത്തിയ ജയിലിൽ കഴിയവേ ഗൂഢാലോചന നടത്തിയ ജിൻസനെ പ്രതിയാക്കാനുള്ള എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടെന്നിരിക്കെ അയാളെ പ്രതിയാക്കാതെ എന്തുകൊണ്ട് സാക്ഷിയാക്കി? ഇത് ദുരൂഹമാണ് എന്ന് വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. അതായത് ഒരാളെ ഫ്രെയിം ചെയ്തതാണ്, ഈ കേസിൽ ഫ്രെയിം ചെയ്ത ശേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത തെളിവുകളൊന്നും തന്നെ എന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്ന് ചുരുക്കത്തിൽ കോടതി പറഞ്ഞു വെച്ചു. ഇതൊക്കെയാണ് ദിലീപിനെ പുറത്തുവിടാനായി കുറ്റവിമുക്തനാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കോടതി പറഞ്ഞിരിക്കുന്നത്. ആദ്യ കുറ്റപത്രത്തിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 6 പ്രതികളും അവരെ സംരക്ഷിച്ച 7-മനും ഇത്രയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 7-മന്റെ തെളിവ് പോലും ഹാജരാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്
ഈ ഏഴാമനെ നിങ്ങൾ എവിടുന്ന് പിടിച്ചുകൊണ്ടു വന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് വിധിന്യായത്തിൽ. ഏഴാമനെ നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നു എന്ന രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ഈ കേസിൽ ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, കോടതിയുടെ വിധിന്യായം വായിക്കുമ്പോൾ ഇത് ഏത് മനുഷ്യനും എടുത്ത് വായിക്കാം കേട്ടോ. ഏത് മനുഷ്യനും ഇപ്പോൾ ഡോക്യുമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല, എനിക്ക് മറ്റൊരു വഴി കിട്ടിയതാണ്. അപ്പോൾ ഏത് മനുഷ്യനും എടുത്ത് വായിക്കാം. ഇതിൽ നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവർ മാഡം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തെ പ്രതി ആദ്യം പറഞ്ഞ കൊട്ടേഷൻ്റെ കാര്യം ഇരയോട് പറഞ്ഞിരിക്കുന്നു. ഇര പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി മാഡമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നെ ആക്രമിച്ച വേട്ടക്കാരൻ എന്നോട്, അതായത് ഈ വേട്ടക്കാരൻ ഒരു വെപ്പണാണല്ലോ, ആയുധം, അതെ, ആയുധമാണ്. ഇത് ഈ കേസിലെ ഈ വിധിന്യായത്തിനിടെയല്ല, ഇതിന് ശേഷമുണ്ടായ ഒരു വലിയ പ്രതികരണമാണ് കോടതിയിൽ. അതായത് ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞു ഇതിപ്പോൾ കത്തിയെ ശിക്ഷിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞു. അതായത് കുത്തിയ കത്തിയെ നിങ്ങൾ ശിക്ഷിച്ചതിന് തുല്യമാണ്. കുത്തിയ ആളെ അല്ല നിങ്ങൾ ശിക്ഷിച്ചത്. പൾസർ സുനി ഒരു വെപ്പൺ മാത്രമാണ്. കത്തിയെ പറഞ്ഞു വിട്ട ആളെ നിങ്ങൾ, കത്തിയെ വീശിയ ആളെ നിങ്ങൾ ശിക്ഷിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ ആ രീതിയിൽ പ്രതികരിച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇതൊരു ടൂൾ മാത്രമാണല്ലോ ഈ പൾസർ സുനി. ആ മേഡത്തെ കുറിച്ച് അന്വേഷിക്കാതെ അവിടെ നിന്ന് തന്നെ കേസ് പൊളിഞ്ഞു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മേഡത്തെ കുറിച്ച് ആദ്യം തന്നെ അന്വേഷിക്കണമായിരുന്നു, കാര്യമായ അന്വേഷണം. അതായത് ഇര പറയുന്നു മേഡമാണ് ചെയ്യിക്കാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന്, വേട്ടക്കാരന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മേഡമാണ്. മേഡത്തെക്കുറിച്ച് ഒന്നും പറയാതെയാണ് ആദ്യ കുറ്റപത്രം വന്നത്. അതോടുകൂടി തന്നെ കേസ് പൊളിഞ്ഞു. മേഡം ഉണ്ടെന്ന് പറയുന്നുണ്ട്, മൊഴിയിലുണ്ട്. പക്ഷെ മേഡം ആരാണ്? ഇങ്ങനൊരു ചിഹ്നമുണ്ടല്ലോ നമുക്ക് എപ്പോഴും, ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയും. അതിന് ഇവർക്ക് ഉത്തരവില്ല. രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ദിലീപാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ തന്നെ മേഡം ഒരിക്കലും ദിലീപ് ആവില്ലല്ലോ. അല്ലെങ്കിൽ മേഡം എന്ന് ദിലീപിനെ വിളിക്കുന്ന ഒരു ഇരട്ടപ്പേരെങ്കിലും ഉണ്ട്, ചെല്ലപ്പേരെങ്കിലും പല പേരും വിളിക്കാറല്ലോ പല ആളുകളെയും. ചില സിനിമയിലൊക്കെ നമുക്ക് പെണ്ണ് സുനി എന്നൊക്കെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചില സിനിമ. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ചെല്ലപ്പേര് വിളിക്കുന്ന ഒരു സാക്ഷിമൊഴി പോലും ഇവിടെ ഇല്ല. മേഡം ആരാണ്? ആ ഭാഗം ബ്ലാങ്ക് ആണ്. ഈ കഥയിലെ പല ഭാഗങ്ങളും ബ്ലാങ്ക് ആണെന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരവില്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നു ഇതാണ് കാര്യമെന്ന്. മുമ്പൊരു ചാനലിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഒരു ആൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ അത് കണ്ടു, അയാളെ കൊന്ന ആളെ മറ്റൊരാൾ കണ്ടു, മൂന്നാമൻ കണ്ടിരിക്കുന്നു. ഈ മൂന്നാമൻ എൻ്റെ മൊഴി കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. കൊണ്ടുവന്ന് ഒരു മൊഴിയുണ്ട്, ഈ മൂന്നാമനാണ് ഇത് കണ്ടിരിക്കുന്നത്. ഒന്നാമനെ രണ്ടാമൻ കൊന്നെന്നും മൂന്നാമൻ അത് കണ്ടെന്നും മൂന്നാമൻ്റെ മൊഴി ഇതാണെന്നും പറഞ്ഞ് ഒരു ഹാജരാക്കുന്നു. അപ്പോൾ മൂന്നാമൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ കൊണ്ടുവച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് മൂന്നാമൻ. കോടതി പറയുന്നു ഈ മൂന്നാമനെ നിങ്ങൾ കൊണ്ടുവരാൻ പറയുമ്പോൾ മൂന്നാമനെ കോടതി അന്വേഷിക്കുമ്പോൾ ഇത് സംബന്ധിച്ചാൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ മൂന്നാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയില്ല. അതായത് ഏതോ ഒരുത്തൻ പറഞ്ഞെന്നും പറഞ്ഞ് ജീവനോടില്ലേ, ഉണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ഏതോ ഒരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതായത് ഒന്നിനും തെളിവില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേസിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. ഈ കേസിലൂടെയാണ് മെറ്റീരിയൽ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. എൻ്റെ ഡേറ്റ് ഞാൻ മറന്നുപോയി. സുപ്രീം കോടതിയിലെ ആ വിധി വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടത്. മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ടി മുതൽ. ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് അതുവരെയും ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടല്ലോ, കേസുമായി വരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ്, DVD, പെൻ ഡ്രൈവ്, ലാപ്ടോപ്പ്, മൊബൈൽ, ഇത്തരം സാധനങ്ങളെയൊക്കെ തന്നെ തൊണ്ടി മുതലായിട്ടാണ് അന്ന് വരെയും പരിഗണിച്ചത്. മെമ്മറി കാർഡ് അടക്കം അത്രയും വസ്തുക്കളെല്ലാം തന്നെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് തൊണ്ടി മുതലായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കവേ സുപ്രീം കോടതി ഈ കേസിൽ വന്നപ്പോൾ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട വിധി പുറപ്പെടുവിച്ചു. ഇതൊന്നും തൊണ്ടി മുതലായിട്ടല്ല, ഇതെല്ലാം രേഖകളാണ്, തെളിവാണ്. രേഖകളും തെളിവുമായിട്ട് ഇതിനെ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രൈം എവിഡൻസ് ആയിട്ട്, അതെ, എവിഡൻസ് ആയി പരിഗണിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അത് പരിശോധിക്കാൻ, ആ തെളിവിനെ പരിശോധിക്കാനുള്ള അവകാശം പ്രതിഭാഗത്തിന് കിട്ടും. അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടുവെക്കുമ്പോൾ അതിലെ കണ്ടന്റ് എന്താണോ അത് തെളിവായി കോടതി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെളിവിനെ പരിശോധിക്കാൻ സാധിക്കും. പ്രതിക്ക് അതിന്റെ കോപ്പി കൊടുക്കാൻ പറ്റും, പ്രതിഭാഗത്തിന് അതിന്റെ കോപ്പി കിട്ടും. ഇതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അവിടെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഉത്തരവ് കൂടി സുപ്രീം കോടതി ഇട്ടു. അങ്ങനെ പരിശോധിക്കപ്പെടുന്ന കോപ്പി കൊടുക്കുന്ന സാധനം അത് സ്വകാര്യതയെ ബാധിക്കുന്നതാണെങ്കിൽ കോടതിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രതിഭാഗം അഭിഭാഷകനും പ്രതിക്കും അത് പരിശോധിക്കാൻ സാധിക്കൂ, പരിശോധിക്കാൻ പറ്റുകയുള്ളൂ. കോപ്പിയില്ല, പരിശോധിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ദിലീപും അഭിഭാഷകരും കൂടെ കോടതിയിൽ വെച്ചിട്ട് ഇത് കേട്ടു നോക്കിയത്. അത് പിന്നെയും വിവാദമായി. അത് ലാപ്ടോപ്പിൽ കേൾക്കുമ്പോൾ കൃത്യമായി അതിലെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല എന്നിരിക്കെ ഹർജി സമർപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം കൃത്യമായി നിങ്ങൾക്ക് ആ ലേഡിയും സുനിയും ആ സമയത്ത് പറയുന്ന ഡയലോഗുകൾ ഹർജിയിൽ കോട്ട് ചെയ്യാൻ പറ്റിയത് എന്നൊരു ചോദ്യം
ഒക്കെ ചോദിച്ചു. അപ്പോൾ തിരിച്ച് പ്രതിഭാഗം ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജഡ്ജി ഇതെല്ലാം കേട്ടത് കൃത്യമായി? ജഡ്ജിക്കും ദിലീപിനും ഒരേ ശ്രവണശേഷി ഇല്ലെങ്കിൽ അതിന് തെളിവ് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കുഴപ്പിച്ച വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി പറഞ്ഞ കാര്യമാണ്. ഏതായാലും ഇത്രയും വാദങ്ങൾ നടന്നൊരു കേസിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ തീർത്തും പരാജയപ്പെടാനുള്ള കാരണം, പ്രോസിക്യൂഷനെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് കൊടുക്കുന്ന തെളിവ് എന്ന് പറയുന്നത് പോരായിരുന്നു. കുറേ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കുറച്ച് തെളിവുകൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് എങ്ങനെയും ഈ മാഡം ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടായിരുന്നു, മാഡത്തിലേക്ക് പോകണ്ടായിരുന്നു. മാഡത്തിലേക്ക് പോകാൻ അവർക്ക് താല്പര്യം, അവർക്ക് എങ്ങനെയും ഈ പറയുന്ന നടൻ മതിയായിരുന്നു. അതാണ് ഏപ്രിൽ 21 ശേഷം നടന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന സംശയങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കോടതി സംശയാതീതമായി തെളിയിക്കാൻ ഇതൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരുപാട് സംശയങ്ങൾ കോടതിക്കുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വലിയ എവിഡൻസ് ആയിട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച കാര്യങ്ങളിൽ കോടതിക്ക് സംശയമുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ സെൻസേഷണലായ കേസാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ തന്നെ സമൂഹത്തിന് വേണ്ടി വിധി പ്രസ്താവിക്കാൻ പറ്റില്ല. അതിന് ചേട്ടൻ പറഞ്ഞ പോലെ തെളിവുകളാണ് കോടതിയിൽ ആവശ്യം. എന്നാൽ പല തെളിവുകളും പ്രൈം തെളിവുകളായിട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച പല കാര്യങ്ങളും സാധൂകരിക്കാനായിട്ടുള്ള മറ്റ് സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് ഇല്ലാതെ പോയി. അത് കോടതി പറഞ്ഞത് വി അജകുമാർ ഒരു കാര്യം പറഞ്ഞു, പൊതുസമൂഹം പ്രതികൾക്ക് എതിരാണെന്ന് പറഞ്ഞു. പൊതുസമൂഹം പ്രതികൾക്ക് എതിരാണെന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ വിധി പറയണമെന്ന് ചോദിച്ചു. എൻ്റെ മുന്നിൽ വരുന്ന സാക്ഷിമൊഴികളും തെളിവുകളുമാണ് എൻ്റെ വിധിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഹണിയം വർഗീസ് അതിനോട് സംസാരിച്ചത്. അപ്പോഴത്തേക്ക് കോടതി ജഡ്ജിയുടെ മുഖം മാറിയായിരുന്നു. ഇത്രയും കാലം പ്രോസിക്യൂട്ടറായിട്ടിരുന്ന ഒരാൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയില്ലേ എന്നുള്ള ഒരു രീതിയിലായിരുന്നു കോടതി അതിനെ പരിഗണിച്ചത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം, ഈ വിധിന്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്ന്. അതിൻ്റെ കാര്യമായി കോടതി പറയുന്നത്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ആ സമയത്ത് ആ സാഹചര്യത്തിൽ ബോധ്യപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ആ സാഹചര്യത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, പിന്നീടാണല്ലോ അതിൻ്റെയൊക്കെ ഈ പറയുന്ന പോലെ ഇഴകീറി പരിശോധിച്ചുള്ള റിസൾട്ട് കിട്ടുക എന്ന് പറയുന്ന ആ ഘട്ടത്തിലാണല്ലോ. ആ ഘട്ടത്തിൽ മാത്രമേ എന്താ പറയുക ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതി പറഞ്ഞു വെക്കുമ്പോൾ അതിലൊരു ഗുണം ഉണ്ടാകുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഈ കേസിൽ നാളെ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതായത് തന്നെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി കേസിൽ ഫ്രെയിം ചെയ്ത് വെച്ച് തൻ്റെ ജീവിതവും തൻ്റെ ഭാവിയും തൻ്റെ കുടുംബവും നശിപ്പിക്കാൻ ബൈജു പൗലോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബൈജു പൗലോസിനെതിരെ തിരിയാനുള്ള സാധ്യത മുൻകൂട്ടി കോടതി കണ്ടതുകൊണ്ട് കോടതി അവിടെ അതിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ അതിനുവേണ്ടി സഹായിക്കുന്ന രീതിയിൽ കോടതി വിധി പ്രസ്താവത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ ഉദ്യോഗസ്ഥന് സഹായകമാകും. ഇല്ലെങ്കിൽ നമ്പി നാരായണൻ കേസ് പോലെ തന്നെ ഇവരൊക്കെ തന്നെ ദീർഘകാലത്തിന് ശേഷം വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടും. വെള്ളം കുടിക്കേണ്ട, അതായത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ യൂണിഫോം അഴിച്ചു വെക്കുമ്പോൾ ഇവർക്കൊക്കെ ഭാവി എന്ന് പറയുന്നത് വളരെ, ഇത്തരം കേസുകൾ ഫ്രെയിം ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. യൂണിഫോം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പല പോലീസ് ഉദ്യോഗസ്ഥരും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ ഏറ്റവും അവസാനത്തെ സാക്ഷി എന്ന് പറയുന്നത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ 6 പ്രതികളുള്ള കേസാണെങ്കിൽ 6 സാക്ഷികളുള്ള കേസാണെങ്കിൽ 7ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അവർ ഓശലാവും. ഈ പറയുന്ന ഇതിനൊപ്പം നിൽക്കില്ല, പ്രോസിക്യൂഷനൊപ്പം നിൽക്കില്ല. അവർ പലപ്പോഴും അവർ പോയിട്ട് പറയുന്ന സംഭവം ഉണ്ടായി, പക്ഷേ ഈ പ്രതി എനിക്ക് ഇതാണോ എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ കാര്യം ഇതിന് കൂടെ കയറാൻ വയ്യ. അത് എഴുതി ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ കയറി ഇറങ്ങേണ്ട കാര്യം വരുന്നില്ല. അയാൾക്ക് അയാളുടെ മകളുടെയോ മകന്റെയോ പഠനാവശ്യത്തിനോ വിവാഹ ചടങ്ങിനോ ഒക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ കുടുംബത്തിലെ ഫംഗ്ഷൻസിനൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഈ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും കോടതി ഇയാളെ വിളിപ്പിക്കുന്നത്. വരാതിരുന്നു കഴിഞ്ഞാൽ വാറണ്ട് ആവുകയും ചെയ്യും. കോടതി സാക്ഷിക്ക് വാറണ്ട് ഇട്ട് കൊടുക്കും, അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെ വാറണ്ടാവും. റിട്ടയർ ആകുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്ന ഉദ്യോഗസ്ഥർ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, നിരപരാധികളെ പ്രതികളാക്കുകയാണെങ്കിൽ ഭാവിയിൽ അതിനുള്ള ബുദ്ധിമുട്ട്, ഈ നിരപരാധി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തകർന്നാൽ പിന്നെ അവനൊന്നും നോക്കാനില്ല. ഇപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ പോലും അയാളുടെ കയ്യിൽ പണമുണ്ട്. അയാളെന്ന് പറഞ്ഞു ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. പണമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു അസോസിയേറ്റ്സ് കോടതിയിൽ കേസ് നടത്തും. അദ്ദേഹത്തിന് വേണ്ടി വക്കീൽ പോയി നിന്നാൽ പോരല്ലോ, അദ്ദേഹം തന്നെ പോകണം. കാരണം പ്രതിഭാഗത്ത് ഇദ്ദേഹമാണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം തന്നെ ചെന്നിക്കണം. അതായത് ഇതാണ് ഈ 1711 പേജ് വരുന്ന വിധിന്യായത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ശ്രീലക്ഷ്മിയാണ്. ആ ശ്രീലക്ഷ്മിയാണോ ഈ മാഡം? എങ്കിൽ ശ്രീലക്ഷ്മി ആരാണ്? എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ പേജ് ഇവർ ബ്ലാങ്ക് ആക്കി കളഞ്ഞു? ഒരു പേജിൽ ഇപ്പം നമുക്ക് ഈ ഒരു പേപ്പർ, ഇവിടെ ഒരു പേപ്പർ ഉണ്ടെന്ന് നോക്കും, ഇതൊരു പേപ്പറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇവിടെയും എഴുതാം, ഇവിടെയും എഴുതാം.
ഇവിടെ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇവിടെ വേണം. ഇവിടെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ശ്രീലക്ഷ്മിയെ കുറിച്ചാണെങ്കിൽ ഇവിടെ ശ്രീലക്ഷ്മി ആരാണെന്ന് പോലും ഇല്ലാതെ ആ പേജിനെ അവർ ബ്ലാങ്ക് ആക്കി കളഞ്ഞു. ഇതാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി ആരാണ്? ആ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ വിധിന്യായം അവസാനിച്ചിരിക്കുന്നത്. അവസാന ഘട്ടത്തിലല്ല പറയുന്നത്, ഇതിൻ്റെ ഇടയിലാണ് പറയുന്നെങ്കിലും വിധിന്യായത്തിന്റെ ചുരുക്കം പരിശോധിക്കുമ്പോൾ ശ്രീലക്ഷ്മി ആര്? ഏറ്റവും വലിയ ഉത്തരമില്ലാത്ത ചോദ്യമാക്കി പ്രോസിക്യൂഷൻ അതിനെ എന്തിന് അവസാനിപ്പിച്ചു? പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഈ കേസിലെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരടക്കം എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ തീർത്തും എന്താ പറയുക, ഒട്ടും ഈ കേസിൽ ഇതില്ലാത്ത ആള്, ഒരു പങ്ക് പോലും ഇല്ലാത്ത ഒരാളായിട്ട് എന്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താതെ അവരെ എഴുതിത്തള്ളിക്കളഞ്ഞു? ഒരുമാതിരി ജ്യോത്സ്യന്മാർ കബഡി നിരത്തി കളയുന്ന പോലെ കബഡി നിരത്തിയിട്ട് പറയുന്നു ഈ പെണ്ണിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ, ഒരു മൊഴി പോലും, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇതിലില്ലാത്ത എന്താണെന്ന് കോടതി പലതവണ ചോദിച്ചു. വിധിന്യായത്തിലും അതുണ്ട്. ശരി.